നേതാക്കളെ, നിങ്ങളോടാണ്. ഉമ്മൻചാണ്ടിയെ പുറകിൽ നിന്ന് കുത്തിയ സതീശൻ ഇപ്പോൾ PR വർക്കിലൂടെ നമ്മുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും മണ്ടന്മാരാക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുക്കരുത്. പച്ചപ്പട മലപ്പുറം, മനസ്സിലായില്ലേ? ഇന്ന് കോട്ടക്കലിലെ ഉയർന്ന ഒരു ബാനറാണ്. കോട്ടക്കലിൽ പച്ചപ്പട മലപ്പുറം എന്ന പേരിൽ കോട്ടക്കലിൽ ഉയർന്ന ഒരു ബാനറാണ് ഞാനിപ്പോൾ വായിച്ചത്. എന്താണ്? നേതാക്കളെ, നിങ്ങളോടാണ്. ഉമ്മൻചാണ്ടിയെ പിറകിൽ നിന്ന് കുത്തിയ സതീശൻ ഇപ്പോൾ PR വർക്കിലൂടെ നമ്മുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും മണ്ടന്മാരാക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുക്കരുത്. പച്ചപ്പട മലപ്പുറം, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു CCTV വിഷ്വലുണ്ടല്ലോ, അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് VD സതീശൻ്റെ മണ്ഡലമായ പറവൂര്. ആ പറവൂരിൽ പെടുന്ന വരാപ്പുഴയിൽ CPM നേതാവും അതുപോലെ തന്നെ CPMൻ്റെ CITയുടെ ഒരു പ്രാദേശിക നേതാവും ചേർന്ന് വരാപ്പുഴയിൽ കോൺഗ്രസ്സുകാരാണെന്ന് വ്യാജേനെ VD സതീശനെതിരെ ബോർഡ് ഫ്ലെക്സ് വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതും പുലർച്ചെ 3:30 ബോർഡ് വെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ആ ദൃശ്യങ്ങളിൽ ഒരു വാഹനം വരുമ്പോൾ, ഒരു ആംബുലൻസ് വരുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒളിഞ്ഞിരിക്കുന്നതും, ആ ആംബുലൻസ് അങ്ങ് പാസ് ചെയ്ത് പോയതിൽ പിന്നെ തിരിച്ചു വന്ന് ആ ഫ്ലെക്സ് ഒന്നുകൂടി ശരിയാക്കി ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കോട്ടക്കലിൽ ഉയർന്നിരിക്കുന്ന ഈ ബോർഡ്, ഈ ഫ്ലെക്സ്, ഇതെന്താണെന്ന് ചോദിച്ചാൽ തൂറ മാത്രമല്ല, തൂറി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അന്തംഗമി ക്രിമിനൽ അടിമകളുടെ അടുത്ത ഒരു ഘട്ടമാണ്. സതീശനെ അത്രമാത്രം ഈ അടിമകൾ ഭയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ടില്ല, ആര് വിജയിക്കുമെന്ന് അടിമകൾക്ക് നല്ല ഉറപ്പാ സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് പോവുകയാണ് എന്ന്. അതിന് സാങ്കേതികമായ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അടിമകൾക്കുറപ്പാ. എന്നാലും ഒരു 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 കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലേ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുക. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ പരാജയം ഉറപ്പിച്ച അന്തംഗമി ക്രിമികീടങ്ങൾ, ആ ക്രിമികീടങ്ങൾ ഇപ്പം തൂറിത്തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. തൂറിയിട്ട് ആ തൂറാത്തവൻ തൂറിയപ്പോൾ തീട്ടം കൊണ്ടൊരാറാട്ട് എന്ന് പറഞ്ഞതുപോലെ തൂറിയിട്ട് ആ തീട്ടങ്ങിട്ട് എടുത്തിട്ട് മോന്തയിലും വായലും തലയിലും ദേഹമാസകലം അങ്ങ് വാരി വിതറുകയാണ്. അതാണിപ്പോൾ അന്തംഗമ്മി അടിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോട്ടക്കലില് പച്ചപ്പട മലപ്പുറം, എന്നിട്ടൊരു പച്ച ഫ്ലെക്സ്, അതിൽ സതീശനെതിരെ. എന്താ എന്നാ പിന്നെ ഇത് പറയാനുള്ളവരാണെങ്കിൽ ധൈര്യത്തോടെ മുഖം കാണിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ പച്ചപ്പട മലപ്പുറമാണെങ്കിൽ ആ പട അങ്ങ് ഇരുന്നിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പച്ചപ്പടയാണ്, ഞങ്ങൾക്കിതാണ് പറയാനുള്ളത് എന്ന് ആത്മധൈര്യത്തോടു കൂടി, ആർജവത്തോടു കൂടി, നട്ടലോടുകൂടി പറയാൻ സാധിക്കണം. ഇതെന്താ പ്രശ്നം? ഇതിപ്പോൾ ഏത് ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യുന്ന എവിടെയും പോയാൽ ആർക്കും പ്രിൻ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, ഒട്ടിക്കുന്നു. ഇപ്പം രാത്രി പുലർച്ചെ 3:30 വരാപ്പുഴയിൽ ഒട്ടിച്ച സഖാക്കള്, അത് സഖാക്കൾ ആരാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങളിലൂടെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടക്കല്ല് ഈ ബോർഡ് വെച്ചെടുത്ത് വല്ല CCTV ഉണ്ടെങ്കിൽ ആ CCTV ദൃശ്യങ്ങളൊന്നും എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പിൽ ആശയപരമായി രാഷ്ട്രീയപരമായി മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൂറി തോൽപ്പിക്കുക എന്ന് പറയുന്ന അവസാന അടവെടുത്ത് പയറ്റുകയാണ് സഖാക്കൾ എന്നുള്ളതാണ് ഈ തൂറി തോൽപ്പിക്കുന്ന ഏർപ്പാട്. മനസ്സിലായില്ലേ? അതാണ് സഖാക്കളുടെ ആവനാഴിയിലെ അവസാന ആയുധ. എന്താ ഒരു കാര്യം വ്യക്തമാണല്ലോ, സതീശനെ വല്ലാതെ ഭയക്കുന്നുണ്ട് ഈ അടിമകള്. സതീശനെ വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്താ ഭയത്തിനുള്ള കാരണം? കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക്, കൊള്ളകൾക്ക്, മുക്കലിന്, നക്കലിന്, തൂറലിന് എല്ലാത്തിനും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും അല്ലേ? എന്നിട്ട് നേതാക്കളോടാണ്. ഏത് നേതാക്കളോട്? ലീഗിൻ്റെ നേതാക്കളോട്. എന്താ ലീഗിൻ്റെ നേതാക്കളോട് പറയാൻ കാരണം? മറ്റൊന്നല്ല, സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ, കാരണം ഇനി ഈ തീരുമാനം മാറണമെങ്കിൽ സതീശനല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരണമെങ്കിൽ അത് ലീഗ് തീരുമാനിക്കണം. ലീഗ് പറയണം. അതാണ് പ്രശ്നം. ഇപ്പോൾ സതീശനെ ഭയപ്പെടുന്നവര്, സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, അത് VD സതീശൻ തന്നെ ആവണമെന്നില്ല, കേരളത്തിൽ ഒരുപാട് സതീശന്മാരുണ്ട്. എന്ത് സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടുകിടാന്ന് പറഞ്ഞ് വിറക്കുകയാണ് അടിമകള്. മുട്ടിങ്ങനെ കൂട്ടിയിടിക്കുക. മനസ്സിലായില്ലേ? സാധാരണ ഷഡ്ഡി ഉടുക്കാറില്ല. ഇനി ഷഡ്ഡി ഉടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷഡ്ഡി തന്നെ 1, 2 ഒക്കെ പോകുകയാണ് ഈ അടിമകളുടേത്. മനസ്സിലായില്ലേ? അപ്പൊ സതീശനെ ഭയപ്പെടുന്നവരിൽ മുൻപന്തിയിൽ വിജയനുണ്ട്, വിജയന്റെ കൃമികീടങ്ങളുണ്ട്, പിന്നെ വിജയന്റെ കയ്യിലെ സരസ്വതി വിലാസം വിളയുന്ന നാവിൻ്റെ ഉടമയായിട്ടുള്ള വെള്ളാപ്പള്ളിയുണ്ട്, വെള്ളാപ്പള്ളിയുടെ തീട്ടം നക്കുന്ന കുറേ എണ്ണമുണ്ട്. അങ്ങനെ ഒരുപാട് എണ്ണങ്ങളുണ്ട്. എല്ലാത്തിനും സതീശനെ ഭയമാ. വെള്ളാപ്പള്ളിയെ വിജയന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത RSSകാരനുണ്ട്. വിജയം വലത്തെ കയ്യിൽ കൊണ്ടു നടന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിജയൻ വലത്തെ കയ്യിൽ കൊണ്ടു നടന്ന SDPIക്കാരനുണ്ട്. അങ്ങനെ എല്ലാത്തിനും സതീശനെ ഭയമാ. സതീശൻ എല്ലാവർക്കും ഒറ്റ കാര്യാഗ്രഹമുള്ളൂ, UDF അധികാരത്തിൽ വരുന്നതിലോ അല്ലെങ്കിൽ UDFന്റെ ഗവൺമെന്റ് ഉണ്ടാവുന്നതിലോ ലീഗിന് മന്ത്രിമാരുണ്ടാകുന്നതിലോ ഒന്നുമല്ല വിഷയം സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നതാ. അവിടെ സതീശന് പകരം ആരാണെങ്കിലും ഞങ്ങൾക്ക് ഓക്കെയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു മെന്റാലിറ്റി. അപ്പോൾ ഈ സതീശനെ, വടശ്ശേരി ദാമോദരൻ സതീശനെ എത്രമാത്രം ഭയക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ തൂറി തോൽപ്പിക്കുന്ന ഏർപ്പാട്. മനസ്സിലായില്ലേ? തൂറി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക അടിമകൾ മൊത്തം. ഇപ്പോൾ തീട്ടം സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഹോൾസെയിൽ ഇവറ്റകൾ ഏറ്റെടുത്തത് പോലെയാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് സംഭവം. അല്ലാതെ ഈ മുഖവും അഡ്രസ്സും പേരും ഊരും പേരും ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ അത് ഈ അടിമകളുടേതാ. ധൈര്യം എന്ന് പറയുന്നത് അടുത്തു കൂടെ പോയിട്ടില്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ നിലപാട് പറയാനുള്ള ചങ്കൂറ്റം അതില്ല ഇറ്റങ്ങൾക്ക്. മനസ്സിലായില്ലേ? നിലപാട് പറയാനുള്ള ചങ്കൂറ്റം അതില്ല. അതാണ് ഇവറ്റകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലെക്സും ബാനറൊക്കെ ഒട്ടിക്കുകയാണ് കോട്ടക്കല്ല് കൊണ്ടുവന്നിട്ട്. എന്തല്ലേ ഒരു അത് അങ്ങനെയാണെന്നേ. ഭയം മനസ്സിനെ അങ്ങ് പിടിപെട്ട് കഴിഞ്ഞാൽ, ഭയം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ശവത്തിന് തുല്യാണ്. ഒന്നങ്ങോട്ട് കിടന്നാൽ ഉറങ്ങാൻ പറ്റുമോ? എവിടെയെങ്കിലും മനസ്സമാധാനത്തോടു കൂടി 2 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. എന്താ? അപ്പോഴും ഒക്കെ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരുന്ന് ഒന്ന് സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്ത് ഒന്ന് കാമായിട്ട് മനസ്സൊക്കെ വളരെ ശാന്തമാക്കിയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതിന് പറ്റുമോ? ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണെങ്കിൽ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പ്രശ്നമില്ല.
മറ്റ് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ പ്രശ്നമില്ല. 2 സെക്കൻഡ് റെസ്റ്റ് എടുക്കാന്ന് കരുതിയാൽ അപ്പോൾ ഇതാ ഓർക്കുന്നത്, മൈൻഡിലേക്ക് വരുന്നത് സതീശൻ 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 സതീശൻ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമില്ല, പിന്നെ ഒരു വെപ്രാളമാ, ആകപ്പാടെ ഒരു അങ്കലാപ്പാണ്, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ആ ഭയം വല്ലാതെ വേട്ടയാടുകളെയാണ് ഈ കൃമികീടങ്ങളെ എന്നുള്ളതാ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ലീഗിനൊരു ഉപദേശം, നേതാക്കളെ ഏതാ നേതാക്കള്, ഏത് നേതാക്കളാ? നേതാക്കളെ പേരൊന്നുമില്ല. എന്നാ ഈ പച്ചപ്പടാരാ? എന്നാ ഈ പച്ചപ്പടൻ്റെ ആളൊക്കെ ആരാ? അവരൊക്കെ എന്തായാലും ഫ്ലെക്സ് അടിച്ച് ഇവരൊക്കെ ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെക്സിൽ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി വെക്കായിരുന്നല്ലോ, അതെങ്കിലും വെച്ചൂടെ? അതും വെച്ചിട്ടില്ല. ഇപ്പം എന്താ സംഭവം ഇതാണ്. ഇനി ഞാനൊരു ഉദാഹരണമാണ് കാണിച്ച ആ CCTV ദൃശ്യങ്ങൾ. VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിൽപ്പെടുന്ന വരാപ്പുഴയിൽ ഈ കൃമികീടങ്ങൾ സതീശനെതിരെ പോസ്റ്റർ, ആരുടെ പേരിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്? കോൺഗ്രസ്സുകാരൻ്റെ പേരിൽ, യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ പേരിൽ ഒക്കെയാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. ഇതല്ല പറയുന്നത്, സ്വന്തം പേരിൽ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ കഴിയാത്ത കൃമികീടങ്ങളുടെ അവരുടെ ഭയം, ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭയം, അത് എത്രത്തോളം ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം ആയിരിക്കും അത്? അതാണ് പറയുന്നത്, ആ ഭയം അങ്ങനെ വല്ലാത്ത പ്രശ്നമാണിത്, വല്ലാത്ത പ്രശ്നമാണ്. പിച്ചും പേയും പറയാൻ തുടങ്ങും. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ വടകരയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനോട് തോറ്റതിൽ പിന്നെ KK ശൈലജ പറയുന്നത് നോക്കി നിങ്ങൾ, പിച്ചും പേയാ പറയുന്നത്. എന്താ പ്രശ്നം? ആ തോൽവി, ആ തോൽവിയുടെ ആഘാതം, ആ തോൽവിയെ ഏൽപ്പിച്ച പരിക്ക് അത് അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ സതീശൻ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു എല്ലാം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കൊള്ളകൾ ഓരോന്നോരോന്നോരോന്ന് എണ്ണി 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 സതീശൻ കണക്ക് പറയിപ്പിക്കും എന്നുള്ളത് ഇവറ്റകൾക്ക് ഉറപ്പാണ്. ആ ഭയമാണ് ഇവറ്റകളെ ഇങ്ങനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്.